ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യക്ക് എത്ര വിമാനങ്ങളാണ് യഥാർത്ഥത്തിൽ നഷ്ടമായിരിക്കുന്നത്? പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് 5ഓളം റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ നിലവിൽ പുറത്ത് വരുന്ന പല വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ യാതൊരു റഫേൽ വിമാനവും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. 36 എണ്ണവും ഇന്ത്യയുടെ കൈവശമുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? എന്തുകൊണ്ടാണ് 36 റഫേൽ വിമാനങ്ങളും നമ്മുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം? ഇന്ത്യയുടെ ഏറ്റവും ആധുനികമായ വിമാനമാണ് റഫാൽ, ദസോൾട്ട് റഫാൽ. ആ റഫാൽ വിമാനങ്ങളിൽ 4-5 എണ്ണം തങ്ങൾ നശിപ്പിച്ചതായിട്ട്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തങ്ങൾ ഇല്ലാതാക്കിയതായിട്ട് പാകിസ്ഥാൻ ഒരു അവകാശവാദം നടത്തിയിരുന്നു. ആ അവകാശവാദം ഏറ്റുപിടിച്ചുകൊണ്ട് ഇന്ത്യയിലും ചിലരൊക്കെ കിടന്ന് ബഹളം വെച്ചിരുന്നു. ഏറ്റവും പലതവണയായിട്ട് ആ അവകാശവാദം തെറ്റാണെന്ന് തെളിയുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നു. ഇപ്പം പാകിസ്ഥാന് ഒരു പ്രത്യേക വിമാനം, അതിന്റെ നമ്പർ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ഒരിക്കൽ ആ വിമാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നീട് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായിട്ടുള്ള വ്യോമാഭ്യാസത്തില് ആ വിമാനം പറത്തി ഇന്ത്യ അത് തെറ്റാണെന്ന് തെളിയിച്ചിരുന്നു. അപ്പോൾ തന്നെ പാകിസ്ഥാന്റെ കള്ളത്തരം പൊളിഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി G7 മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഫ്രാൻസിലെത്തി. ആ സമയത്ത് നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിനിടയ്ക്ക് ഫ്രഞ്ച് ഒറിജിനൽ എക്വിപ്മെന്റ് മാനുഫാക്ചറായ ദസോൾട്ട് കമ്പനിയിൽ നിന്നും ഇന്ത്യ ഒരു RFP, റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ, ക്ഷണിച്ചിരുന്നു. അതെന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ 36 റഫാൽ വിമാനങ്ങൾക്കും 6 മാസത്തേക്ക് ബ്രിഡ്ജ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ബ്രിഡ്ജ് കോൺട്രാക്ട് 5 മാസത്തേക്കാണ്, ക്ഷമിക്കണം, 6 മാസം അല്ല, 5 മാസത്തേക്ക്. അതായത് ഈ വിമാനങ്ങൾക്ക് സ്പെയർ പാർട്സ് ഉണ്ടെങ്കിൽ ലഭ്യമാകാതെ വരുവാണെങ്കിൽ കൊടുക്കാനായിട്ട്, അതുപോലെ ഈ വിമാനത്തിന്റെ ചെറിയ അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക, അതുപോലെ വിമാനത്തിന് അപ്ഗ്രേഡ്സ് ഒക്കെ ഉണ്ട്, അതുപോലെ വിമാന സംബന്ധമായ ലോജിസ്റ്റിക്സ്, അത് അപ്ഗ്രേഡ്സ് എന്ന് ഞാൻ പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ്സ് ആണ്. അതുപോലെ വിമാനത്തിന്റെ മൈനർ മിസ്റ്റേക്കുകൾക്കുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഇതൊക്കെ ആ 5 മാസത്തേക്ക് നൽകാൻ വേണ്ടിയിട്ട് ഒരു താൽക്കാലിക കോൺട്രാക്റ്റിനുള്ള അപേക്ഷ ക്ഷണിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഈ 36 വിമാനങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു കരാർ ക്ഷണിക്കുമ്പോൾ 36 വിമാനവും നമ്മുടെ കൈവശം ഉണ്ട്, അതാണല്ലോ. അല്ലെങ്കിൽ 35 വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ കൊടുത്താൽ മതിയല്ലോ. ഈ ലോകമെമ്പാടുമുള്ള ആധുനിക വിമാനങ്ങളെ എപ്പോഴും യുദ്ധസന്നദ്ധമായിട്ടാണ് നിലനിർത്തുന്നത്. ഇപ്പോൾ അതായത് അതിന്റെ ക്രിട്ടിക്കൽ കോമ്പണൻസിന്റെ അവൈലബിലിറ്റി, ടെക്നിക്കൽ അസിസ്റ്റൻസ്, അതായത് ഇപ്പം ഞാനിപ്പോ ഒരു ചെറിയ ഉദാഹരണം പറയാം, ഒരു താരതമ്യം പറയാം, ചെറിയ താരതമ്യമാണ്. ഇപ്പൊ ഗൗതം ഒരു കാറ് വാങ്ങിക്കുകയാണെങ്കിൽ അതിനൊരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് പലപ്പോഴും ചിലർക്ക് വെക്കും. വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ ഈ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് വെക്കാം. നിങ്ങളുടെ കാറിന്റെ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ചെലവ് ഇതിനകത്തിൽ വഹിക്കും. അപ്പോൾ ഓരോ തവണയും പോയിട്ട് സാധനം വാങ്ങിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള മെയിൻ്റനൻസ് കോൺട്രാക്ട് ഒരാൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഒരു റൂമിനകത്ത് വെച്ച് അടച്ചു പൂട്ടി അങ്ങ് വെക്കുകയല്ല ചെയ്യുന്നത്. യുദ്ധവിമാനങ്ങൾ എപ്പോഴും സന്നദ്ധമാക്കി നിലനിർത്തണമെങ്കിൽ അത് ഡെയിലി പലപ്പോഴും അതിന്റെ നമ്പർ ഓഫ് സോർട്ടീസ്, അത് ഇടയ്ക്കിടയ്ക്ക് അത് പറത്തിക്കൊണ്ടിരിക്കും. അത് അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കും. അത് നിരന്തരമായിട്ട് ആ വിമാനം ഇപ്പൊ മിസൈലുകൾ പോലും, അഗ്നി മിസൈൽ നമ്മൾ എത്രയോ വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. പക്ഷെ എല്ലാ വർഷവും 3-4 തവണ അതിന്റെ ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻവെന്ററിയിൽ നിന്നും ഒരു മിസൈൽ എടുത്തിട്ട് വിക്ഷേപിക്കും. എന്തിനാണ്? നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്താനാണ്. അതിന്റെ അർത്ഥം മിസൈലുകൾ ശത്രുവിന്റെ ആക്രമണത്തിൽ നശിച്ചു എന്നല്ല. അപ്പൊ പാകിസ്ഥാനിലെ മാധ്യമങ്ങള് ഇതൊരു തെളിവായിട്ട് എടുത്തു. അതായത് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ വിമാനം തകർന്നു എന്നുള്ളത് അത്ര ശരിയല്ല, പക്ഷെ അത് സമ്മതിക്കുന്നു. പക്ഷേ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു.
അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യ ഈ മെയിൻ്റനൻസ് കോൺട്രാക്ട് വെക്കുന്നത്. ഇപ്പം ലോകത്തിലെ ഇപ്പൊ അമേരിക്കയുടെ സ്വന്തം വ്യോമസേനയുടെ വിമാനങ്ങളാണ് F-22 റാപ്റ്ററും F-35 ലൈറ്റനിങ്ങും. ഈ വിമാനങ്ങളുടെ മെയിൻ്റനൻസിനായിട്ട് യഥാക്രമം ലോക്ഹീഡ് മാർട്ടിനും ബോയിങ്ങുമായിട്ടും അവരെ കരാർ ഒപ്പിട്ടിട്ടുണ്ട് അമേരിക്കൻ വ്യോമസേന. കാരണം ഇതിന്റെ മെയിൻ്റനൻസ് ഇപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് ഇങ്ങനെയല്ലായിരിക്കും. കാരണം പാകിസ്ഥാന്റെ കൈവശം 16 വിമാനം ഉണ്ടെങ്കിൽ അത് പറക്കാൻ കൊള്ളാവുന്ന 5 കാണത്തുള്ളൂ. ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മെയിൻ്റനൻസ് എന്നൊരു പരിപാടിയില്ല. അത് പൈസ ഇല്ലാത്തവന്റെ കാര്യം അങ്ങനെയാണ്. നിങ്ങള് ഈ കാറ് വാങ്ങിക്കുമ്പം എവിടെ നിന്നെങ്കിലും ലോണൊക്കെ എടുത്ത് തട്ടിക്കൂട്ടി ഒരു കാറ് വാങ്ങിക്കുന്നു ഇരിക്കട്ടെ, നിങ്ങൾ സർവീസ് ഒന്നും വേണ്ട സമയത്ത് നടത്തത്തില്ല. കാരണം ഓരോ തവണയും സർവീസിന് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു 5000 രൂപയെങ്കിലും ചിലവാകും. മനസ്സിലായോ? നിങ്ങൾ ബൈക്ക് വാങ്ങിച്ചാലും കയ്യിൽ 5 പൈസ ഇല്ലാതെ എവിടെന്നെങ്കിലുമൊക്കെ ആരെങ്കിലും ഓസില് ഒരു വണ്ടി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സർവീസ് നടത്താൻ പറ്റില്ല. കൃത്യമായിട്ട് സർവീസ് നടത്തിയില്ലെങ്കിൽ ഒരു ബൈക്കിനോ ഒരു കാറിനോ ഉണ്ടാകാവുന്ന അതിനേക്കാൾ എത്രയോ രൂക്ഷമായ ഒരു അവസ്ഥയായിരിക്കും ഒരു യുദ്ധവിമാനത്തിന് ഉണ്ടാകുക. പാകിസ്ഥാന് അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ ലോകത്ത് ഒരു രാജ്യവും അങ്ങനെ ചെയ്യില്ല. അപ്പോ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പാകിസ്ഥാനിലെ സമൂഹ മാധ്യമത്തില് വിദഗ്ധരും അതുപോലെ പാകിസ്ഥാൻ മാധ്യമങ്ങളുമൊക്കെ ഈ ഇന്ത്യ ഒരു റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ വെച്ചപ്പോൾ ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ കേടായി പോയിരുന്നെന്നും അങ്ങനെ കേടായ വിമാനങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നതെന്നും ഒക്കെയുള്ള കള്ള വാർത്തകൾ പ്രചരിപ്പിച്ചത്. ഇനി ഗൗതം എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം? ഇന്ത്യയുടെ വിമാനം ചിലപ്പോൾ 1-2 വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. ഈ അമിതമായിട്ട് നമ്മൾ ഈ ദേശീയവാദം പറഞ്ഞിട്ട് നമ്മുടെ വിമാനം ഒന്നും നഷ്ടപ്പെടില്ല എന്നൊന്നും എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇതും നഷ്ടപ്പെടും. യുദ്ധമാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്. പക്ഷെ യുദ്ധത്തിൽ വിജയിച്ചത് ഇന്ത്യ ആണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല, 100% ഉറപ്പാണ്. അതായത് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട എല്ലാ വ്യോമത്താവളങ്ങളും നശിപ്പിക്കപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസം ചൈനയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന കമ്പനി, അവിടുത്തെ ഒരു പ്രമുഖ AI കമ്പനി കുറെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. അവർ പറഞ്ഞ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ചൈനീസ് സാറ്റലൈറ്റിന്റെ ഒരു മികവായിട്ടാണ് അവർ പറഞ്ഞത്. പക്ഷേ അവിടെ സംഭവിച്ചത്, ഈ ചൈന പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളെല്ലാം തന്നെ ഈ ഇന്ത്യൻ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു എന്നുള്ളത് ഇപ്പോ പുറത്തു വന്നിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഏറ്റവും കറാച്ചിയിലും ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും എല്ലാമുള്ള താവളങ്ങൾ, പാകിസ്ഥാന്റെ വ്യോമസേനയുടെ ഹാങ്കറുകൾ അതൊക്കെ തന്നെ തകർക്കപ്പെട്ടു. റൺവേകൾ തകർക്കപ്പെട്ടു. ഇപ്പോഴും പാകിസ്ഥാൻ പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആക്രമണം അത്ര ഗൗരവമുള്ളതായിരുന്നു. അത്ര മാരകമായ പ്രഹരമാണ് പാകിസ്ഥാനിന് ലഭിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോ നടന്ന 3 മാസത്തെ ഇറാൻ അമേരിക്ക യുദ്ധം, 40ഓളം ആകാശയാനങ്ങളാണ്, അതായത് വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകള്, റീഫ്യൂവലിംഗ് ജെറ്റുകള്, ഡ്രോണുകള്, ഇതൊക്കെ ഉൾപ്പെടെ 40നും 50നും ഇടയ്ക്ക് എണ്ണം ആകാശയാനങ്ങൾ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ എന്താണ് അതുകൊണ്ട് വ്യക്തമാകുന്നത്? യുദ്ധമാണെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടും. പക്ഷെ യുദ്ധത്തിൽ ആര് ജയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ആരാണ് ലക്ഷ്യം നേടിയെടുത്തതെന്നുള്ളതാണ് പ്രധാനം. യുദ്ധത്തിൽ ഇരുകൂട്ടരും മരിക്കും, യുദ്ധം അങ്ങനെയാണ്. പക്ഷെ ലക്ഷ്യം ആരുടെയാണ് നേടിയെടുത്തത്? നിശ്ചയമായിട്ടും ഇന്ത്യയാണ് അക്കാര്യത്തിൽ വിജയിച്ചത്. അതിൽ ആർക്കും ഒരു സംശയമില്ല. ഇന്ത്യയുടെ ആയുധങ്ങളുടെ മികവാണ്. UAE പോലും ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈല് വാങ്ങാനായിട്ട് UAE തയ്യാറെടുക്കുന്നെങ്കിൽ എന്താണ് അതിന്റെ കാരണം? ഒരേ ഒരു കാരണമാണ്, ഈ ഇന്ത്യയുടെ ആയുധങ്ങളുടെ മികവ് ലോകത്തിന് ബോധ്യപ്പെട്ടു. ദക്ഷിണപൂർവേഷ്യൻ രാജ്യങ്ങള്, ഫിലിപ്പൈൻസ്, അതിനുശേഷം വിയറ്റ്നാം, ഇപ്പോൾ ഇന്തോനേഷ്യ, ഇവർക്കെല്ലാം ബ്രഹ്മോസ് വേണം. യൂറോപ്യൻ രാജ്യങ്ങളായ ഗ്രീസ്, അതുപോലെ അർമീനിയ, സൈപ്രസ്, ഇവരൊക്കെ തന്നെ ഇന്ത്യയുടെ ആയുധങ്ങൾ, ബ്രഹ്മോസ് മാത്രമല്ല, ആകാശ് മിസൈൽ സിസ്റ്റം, അതുപോലെ തന്നെ മറ്റായുധങ്ങള്, ഇന്ത്യയുടെ റഡാറുകൾ, ഇതൊക്കെ വാങ്ങാൻ അവർ വരുന്നെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? വളരെ വ്യക്തമല്ലേ? അതായത് നമ്മുടെ ആയുധങ്ങളുടെ കാര്യക്ഷമത
ലോകം അംഗീകരിച്ചിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ നിശ്ചയമായിട്ടും തുർക്കിയെ പോലൊരു രാജ്യം ആശങ്ക പ്രകടിപ്പിക്കുന്നു. സൈപ്രസിന്റെയോ ഗ്രീസിന്റെയോ കയ്യിൽ ബ്രഹ്മോസ് വന്നാൽ യൂറോപ്പിലെ ശാക്തിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും എന്ന് തുർക്കിയെ പോലൊരു രാജ്യം ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ആയുധങ്ങളുടെ ക്ഷമതയ്ക്കുള്ള ഒരു അംഗീകാരമല്ലേ? അതിന്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു തെളിവല്ലേ അത്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ എന്തായാലും തെറ്റായിരുന്നു എന്നുള്ളത് ഈ ഒരു 36 റഫാൽ വിമാനങ്ങൾ ഇന്ത്യയുടെ കൈവശം ഒരു പോറൽ പോലും ഇല്ലാതെ അവ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമായി. ഇന്ത്യക്ക് വിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഇന്ത്യയുടെ പഴയ വിമാനങ്ങളായ മിറാഷോ അതല്ലെങ്കിൽ ജാഗ്വറോ ഒക്കെ ആയിരിക്കണം. കാരണം പലപ്പോഴും ഇലക്ട്രോണിക് ആന്റി ജാമിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ അതിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളൊന്നും ആധുനിക ഈ റഫാലിനോടോ അല്ലെങ്കിൽ SU-30 MKIയോടോ കിടപിടിക്കുന്നതല്ല. സ്വാഭാവികമായിട്ടും അത്തരം വിമാനത്തിന് ഏതെങ്കിലും 1-2 വിമാനത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണാം. പക്ഷെ പാകിസ്ഥാന് 12-ലധികം വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഇന്ത്യക്ക് 1-2 വിമാനം പോയെങ്കിൽ പാകിസ്ഥാന് 12-ലധികം വിമാനങ്ങളാണ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടത്. ഈ ഹാങ്കറുകളൊക്കെ ആക്രമിച്ചപ്പോൾ മറ്റ് അവാക്സ് വിമാനങ്ങൾക്ക് വരെ കേടുപാടുകൾ സംഭവിച്ചു. അപ്പൊ ഇതാണ് ഇതിൽ നിന്നും വെളിപ്പെടുന്ന ഒരു വസ്തുത. നമ്മൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സത്യം നമ്മൾ എത്രമാത്രം മൂടി വെച്ചാലും അത് ഒരു ദിവസം പുറത്തു വരിക തന്നെ. അപ്പൊ പാകിസ്ഥാന്റെ കള്ളപ്രചരണം ഇപ്പോ ഓരോ ദിവസം കഴിയുന്തോറും അത് അതിലെ തെറ്റുകൾ എന്താണ് എന്നുള്ളത് ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.